450 കോടിയിൽ നിന്ന് 16,000 കോടി ആയി മാറുന്ന 17 വർഷം ഒരു ട്രോഫി പോലും വിൻ ചെയ്യാതെ 16,600 കോടി രൂപയ്ക്ക് വിറ്റ ഒരു ബ്രാൻഡിൻ്റെ കഥ അറിയും നിങ്ങൾക്ക്. ഞാൻ പറയാം. 2008 വിജയ് മല്യ RCBയിൽ 450 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. മൂപ്പര് അത് 2025 16,600 കോടി രൂപയ്ക്ക് സെല് ചെയ്യുന്നു. എങ്ങനെ? ശരിക്കും RCB നമുക്കറിയാം ഒരു ട്രോഫി പോലും വിൻ ചെയ്തിട്ടില്ല അതിൻ്റെ ഏർലി സമയങ്ങളിൽ. പക്ഷേ RCBക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. RCBനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. RCB ഒരുപാട് മെർച്ചൻഡൈസുകൾ പ്രൊമോട്ട് ചെയ്തു, ഒരുപാട് ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്തു. എല്ലാ കളികൾ കാണാനും സ്റ്റേഡിയം ക്രൗഡഡ് ആയിരുന്നു. അതിന് ഒരു കാരണം കൂടിയുണ്ട്, വിരാട് കോഹ്ലി ജസ്റ്റ് ഒരു ക്രിക്കറ്റർ മാത്രമല്ല, വിരാട് കോഹ്ലി ഒരു ബ്രാൻഡ് കൂടിയാണ്. അതുകൂടി ഈ ഒരു ബ്രാൻഡിന് ഇതിൻ്റെ വാല്യുവേഷനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു ഘടകമാണ്. പിന്നെ RCB ആദ്യത്തെ കപ്പടിച്ചപ്പോൾ അതിൻ്റെ വാല്യൂ 65% കൂടിയത്. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യ, ബിർള, ബ്ലാക്ക് സ്റ്റോൺ, ബോട്ട് വെഞ്ചേഴ്സ് ഇവരെല്ലാവരും ഒരു ക്രിക്കറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്തത്. അവർ വാങ്ങിച്ചത് ഒരു മീഡിയ എംപയറാണ്, ഒരു ഫാൻ റിലീജിയനാണ് അവർ മേടിച്ചത്. അവർക്കറിയാം 16,000 കോടിക്ക് ഇത് മേടിച്ചാലും ഇത് എവിടെ എത്തിക്കണമെന്നുള്ളത്, അതിൻ്റെ പൊട്ടൻഷ്യൽ അവർക്കറിയാം. ഇത് ശരിക്കും ക്രിക്കറ്റല്ല, ഇവിടെ ലോയാലിറ്റിയാണ് മോട്ട്, ഇമോഷനാണ് റവന്യൂ. 450 കോടിയിൽ നിന്ന് 16,000 കോടി ആയി മാറുന്ന ഈ ഒരു ബിസിനസ് മോഡലിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എൻ്റയർ കോൺസെപ്റ്റ് തന്നെ ചേഞ്ച് ആവും.